റോഡ് മുറിച്ച് കിടക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ തന്നെ റോഡിൻ്റെ ഇരുവശത്തു കൂടി നടക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് ഭയക്കേണ്ടതായുണ്ട്. റോഡ് സൈഡിൽ വീടുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഭയക്കുന്നത്. എന്ന് ഗേറ്റ് തുറന്നു നിന്നാൽ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കണ്ണ് വെട്ടിച്ചാൽ കുട്ടികൾ ഇറങ്ങി ഓടുന്നത് എങ്ങോട്ടാണ് എന്ന് പ്രവചിക്കാനാകില്ല. ഏത് വണ്ടിയായിരിക്കും ആ സമയത്ത് വരിക എന്ന് നമുക്ക് പറയാനാകില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ പെറ്റമ്മയോടൊപ്പം റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട ബാലികയുടെ മരണവാർത്തയാണ് എല്ലാവരെയും ഞെട്ടിക്കുകയും സങ്കടപ്പെടുത്തുകയും ഒരുപോലെ തന്നെ എല്ലാവർക്കും വിഷമമായി മാറുന്നത്. മാതാവിനൊപ്പം റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയിൽ തന്നെ അമിത വേഗത്തിൽ എത്തിയിട്ടുള്ള ബൈക്കിടിച്ച് 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പാങ്ങോട് കൊച്ചാരമ്മൂട് ഷെഫീഖ് മൻസലിൽ മുഹമ്മദ് ഷെഫീഖിൻ്റെയും അമാനയുടെയും മകൾ സന മെഹറിനാണ് മരിച്ചത്. മാതാവിനൊപ്പം റോഡ് മുറിച്ച് കിടക്കുകയായിരുന്നു ഈ ബാലിക. അമിത വേഗത്തിൽ ഒരു ബൈക്ക് വരികയായിരുന്നു. 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് ആ ബൈക്കിടിച്ചാണ്. അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ദുഃഖിപ്പിക്കുന്ന ഒന്നായി മാറുന്നത്. സ്വന്തം പെറ്റമ്മയുടെ മുമ്പിൽ വെച്ചൊരു കുഞ്ഞ് മരിക്കുക എന്നത് വളരെയധികം തന്നെ ദുഃഖമായൊരു കാര്യമാണ്. നമ്മൾ അമ്മമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ കുട്ടികൾ മരിക്കുക എന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുഃഖമായ ഒരു കാര്യമാണ്. അതൊരിക്കലും സംഭവിക്കരുതേ എന്ന് ഏതൊരു മാതാവും പിതാവും ആഗ്രഹിക്കും. എന്നാൽ അവരുടെ മുന്നിൽ വെച്ച് മരിക്കുക എന്നത് ഇനിയും ദാരുണമായ ഒന്നാണ്. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് ഈ സംഭവം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ വീടിന് മുന്നിലായിരുന്നു അപകടം. മാതാവ് അമാനയ്ക്കൊപ്പം ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഓട്ടോറിക്ഷയിൽ മടങ്ങിയെത്തിയതായിരുന്നു സന. ഓട്ടോയിൽ നിന്നിറങ്ങി റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കവേ അമിത വേഗത്തിലെത്തിയ ബൈക്ക് സനയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന സന വെള്ളിയാഴ്ചയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇത്രയും ദിവസം ആ ICUവിന് മുന്നിൽ പ്രാർത്ഥനയോടെയായിരുന്നു അമ്മ ഇരുന്നത്. ഒരു ദിവസം പോലും വീട്ടിൽ പോയില്ല. ഒരു തുള്ളി വെള്ളം പോലും ഇറക്കിയില്ല. അത്രയേറെ ദുഃഖത്തിൽ തന്നെയായിരുന്നു അമ്മ. അമ്മയുടെ കൈപിടിച്ച് നിന്ന കുട്ടിയാണ് ആ കുട്ടിയാണ് ഇടിച്ചു തെറിപ്പിച്ചത്. പാങ്ങോട് ഗവൺമെൻറ് LP സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയായിരുന്നു സന. ഒരു നാടിൻ്റെ മുഴുവൻ ഓമനയായിരുന്നു. കുരുന്നൻ്റെ അപ്രതീക്ഷിത വിയോഗം കൊച്ചാലുംമൂട് ഗ്രാമത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശനിയാഴ്ച പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. തുടർന്ന് ഉച്ചയോടെ വിലാപയാത്രയായി കൊച്ചാലുംമൂട് ഖബറിസ്ഥാനത്തിലെത്തിച്ച മൃതദേഹം മതപരമായ ചടങ്ങുകളോടെ തന്നെ സംസ്കരിച്ചു. എല്ലാവർക്കും വളരെയധികം വേദന പകർന്ന ആ മകൾ അങ്ങനെ പോയി. കൊഞ്ചിച്ച് കൊതി തീർന്നില്ല. അതിനിടയിൽ തന്നെയാണ് ആ കുഞ്ഞു ബാലികയുടെ മരണം ആ കുടുംബത്തെ ആകെ തന്നെ ഇപ്പോൾ ഉലച്ചിരിക്കുന്നത് എന്ന് പറയാം.